ഇപ്പോ അതാണല്ലോ ട്രെൻഡ്. കൊടിമരത്തിന്റെ ചുവട്ടിൽ പോയി കാണിക്കയിടുക, അതിലൊക്കെ വീണു പോകുന്നത് പെണ്ണുങ്ങളാണ്. പിന്നെ ഓൺലൈൻ ആരാധന സജീവമാകുന്ന ലോകം. കോവിഡിന് ശേഷം രാവിലെ ഒരു പ്രാർത്ഥന, ഉച്ചയ്ക്ക് ഒരു പ്രാർത്ഥന, വൈകുന്നേരം മറ്റൊരു പ്രാർത്ഥന. ഇതൊക്കെ പറയുമ്പോൾ സഹോദരിമാർക്ക് എന്നെ ചവിട്ടിത്തേക്കാനുള്ള ആഗ്രഹവും അതിനുള്ള വാശിയുണ്ടാവും. പക്ഷേ പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഓൺലൈൻ ആരാധനകളിൽ മുഴുകിപ്പോകുന്നത് അധികവും സ്ത്രീകളാണ്. പുരുഷന്മാർക്ക് അതിന് സമയമില്ല. അവർക്ക് അങ്ങനെ ചില മണ്ടത്തരങ്ങളിൽ വീഴുന്ന പരിപാടിയില്ല. അവർ കൃത്യമായി പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ പോകും, നമസ്കരിക്കും, ഇമാം അവിടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കും, വയലിന്റെ സദസ്സിൽ വരുന്ന കാര്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഉൾക്കൊള്ളും. അങ്ങനെയൊക്കെ അവര് അങ്ങനെ ഒരു ലൈനിലങ്ങ് ജീവിച്ചു പോവാൻ. പെണ്ണുങ്ങൾക്ക് എവിടെയാണ് ഒരു 150 സ്വലാത്ത് കൂടുതൽ ചൊല്ലിയാൽ സ്വർഗത്തിൽ പോകാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതങ്ങ് ചെയ്യും. അത് അങ്ങനെ സ്വലാത്ത് ചൊല്ലി സ്വർഗത്തിൽ പോകുന്നത് ഓക്കെ. പക്ഷെ അതിനപ്പുറത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് സാമ്പത്തിക ചൂഷണം നടത്തുന്ന ഘട്ടങ്ങളിൽ അതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞാൽ അതിലും വീണു പോകുന്നത് പെണ്ണുങ്ങളാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്ന് പറയുന്നത് ഈ നസീഹത്തിന്റെ വേദികൾ, മതപ്രസംഗ വേദികൾ അല്ലെങ്കിൽ തൈലീമിന്റെ സദസ്സുകൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ്. ആ ഉമ്മ എന്ത് സംശയമുണ്ടെങ്കിലും ആ സംശയത്തിന്റെ നിവാരണം നടത്തുന്നത് അംർ ബിൻ ദർറിൽ കൂഫി എന്ന് പറയുന്ന കൂഫയിലെ അംർ ബിൻ ദർറ് എന്ന് പറയുന്ന പണ്ഡിതനോടാണ്. ഈ അംർ ബിൻ ദർറ് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ അബൂ ഹനീഫ ഇമാമിന്റെ മുമ്പിൽ അദ്ദേഹം ഒന്നുമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ ഈ ചരിത്രം. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വിശ്വപ്രസിദ്ധനായ, ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു വലിയ മഹാമനീഷിയായിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്ത് മസ്അലയുണ്ടെങ്കിലും മതപരമായ എന്ത് സംശയമുണ്ടെങ്കിലും തീർക്കുന്നത് കൂഫയിലെ മറ്റൊരു പണ്ഡിതനായ അംർ ബിൻ ദർറ് എന്ന് പറയുന്ന ഒരാളിനോടാണ്. ഒരിക്കൽ മോൻ അബൂ ഹനീഫയെ വിളിച്ചിട്ട് പറഞ്ഞു, റളിയല്ലാഹു അൻഹു, മോനെ, അംർ ബിൻ ദർറിന്റെ അടുക്കൽ ചെന്നിട്ട് എന്റെ ഈ സംശയത്തിന് ഉത്തരം കണ്ടെത്തി കൊണ്ടുവരണം. ഉമ്മ പറഞ്ഞതല്ലേ. വയല് പറയാൻ പോണ എന്നോട്, ഇന്നലെയുടെ വയല് പറഞ്ഞത് അഫ്സൽ ഖാസിമിയാണ്. വയല് പറയുന്ന എന്നോട് എന്റെ ഉമ്മ പറയാണ്, പ്രസംഗത്തെ പറ്റി അഫ്സൽ ഖാസിമിയോടൊരു സംശയം ചോദിച്ചിട്ട് വരണം, അല്ലെങ്കിൽ മറ്റ് പ്രഭാഷകരുടെ പേര് പറഞ്ഞിട്ട് അവരോട് ചെന്നിട്ട് ഇന്ന കാര്യം ഒന്ന് ചോദിച്ചിട്ട് വാ എന്ന് പറഞ്ഞാൽ ഞാൻ ഉമ്മയോട് എന്തായിരിക്കും പറയാ? ഞാനും പ്രസംഗിക്കാൻ പോകുന്ന ആളല്ലേ, എന്നോട് ചോദിച്ചാ പോരെ? മസല എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ? എന്തിനാ പള്ളിയിലെ ഇമാമിനോട് ചോദിക്കാൻ പറയുന്നത്? അങ്ങനെ ഒരു വാശി അല്ലെങ്കിൽ ഒരു സ്വാർത്ഥ താല്പര്യം നമുക്കുണ്ടാവും. എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ടോന്ന് എനിക്കറിയില്ല. മകന് വക്കീലാണെങ്കിൽ വക്കീലായ മകനോട് ഉമ്മ പറയാണ്, എന്റെ കേസിന് അതിര് തർക്കം അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ ഒരു വക്കീലിനെ നീ കൊണ്ട് തരണമെന്ന് പറഞ്ഞാൽ മോൻ ചോദിക്കൂലേ, വക്കീലായിട്ട് ഞാനുള്ളപ്പോൾ നിങ്ങൾക്ക് ഇതിനാ വേറെ വക്കീല്? ഡോക്ടറായ മകന്റെ അടുത്ത് വന്നിട്ട് വാപ്പ പറയാണ്, എന്റെ ഈ ചുമയും എന്റെ ശ്വാസതടസ്സവും ഒന്നും മാറുന്നില്ല, അതുകൊണ്ട് നല്ലൊരു ഡോക്ടറെ നീ ഒന്ന് പറ എന്ന് പറഞ്ഞാൽ മകൻ എന്താ പറയാ? നാട്ടുകാരുടെ രോഗം മാറ്റി കൊടുക്കുന്ന എനിക്ക് നിങ്ങളുടെ അസുഖം മാറ്റാൻ മരുന്നിന് വേണ്ടി ഞാൻ മറ്റൊരു ഡോക്ടറെ കാണുന്നത് ശരിയല്ലല്ലോ എന്നല്ലേ പറയുള്ളൂ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂ ഹനീഫ ഇമാമിനോട് ഉമ്മ പറയുകയാണ്, മോനെ, നീ ചെല്ലണം, എന്നിട്ട് അംർ ബിൻ ദർറിനോട് പറയണം എന്റെ ഇന്ന സംശയത്തിന് മറുപടി തരാൻ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നടക്കുകയാണ്. അറിവില്ലാത്ത ഒരു കുഞ്ഞു ബാലനെ പോലെ ലോക പ്രശസ്തനായ വിശ്വപ്രസിദ്ധനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു അംർ ബിൻ ദർർ എന്ന് പറയുന്ന പണ്ഡിതന്റെ വീട്ടിലേക്ക് പോവുകയാ. എന്നിട്ട് പറയുന്നു, സഹോദരങ്ങളെ ശ്രദ്ധയോടെ കേട്ടോ, അംർ ബിൻ ദർറേ, എന്റെ ഉമ്മ ഏത് മസല ചോദിക്കുമ്പോഴും നിന്റെ അടുക്കലാണ് ചോദിക്കാൻ പറഞ്ഞു വിടുന്നത്. നിങ്ങൾ പറഞ്ഞാലേ എന്റെ ഉമ്മ അനുസരിക്കൂ. ചോദിക്കുന്നതിനൊക്കെ ഞാൻ മറുപടി കൊടുക്കാറുണ്ട്, പക്ഷേ അതിന് നിങ്ങളുടെ കയ്യൊപ്പില്ലെങ്കിൽ എന്റെ ഉമ്മ അംഗീകരിക്കുകയില്ല. സഹോദരങ്ങളെ, വളരെ സങ്കടത്തോടെ തലകുമ്പിട്ടിരിക്കുന്ന മകന് അംർ ബിൻ ദർറ് വളരെ പ്രയാസത്തോടെ തലകുമ്പിട്ടിരിക്കും. എന്തുകൊണ്ടാണ്? എന്റെ മുന്നിൽ വന്ന് ചോദ്യം ചോദിക്കുന്നത് നിസാരനാണോ? അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു അല്ലേ? എന്ത് മറുപടിയാണ് ഞാൻ അദ്ദേഹത്തോട്
കൊടുക്കുക? ഇത്രയും വലിയ മഹാപണ്ഡിതന്റെ മുമ്പില് ഞാൻ എന്താണ് മറുപടി കൊടുക്കുക എന്ന് ആലോചിച്ചിട്ട് അംർ ബിൻ ദർ റളിയല്ലാഹു അൻഹു തല കുമ്പിട്ടിരിക്കുകയാണ്. അബൂ ഹനീഫ ഇമാം ചോദിച്ചിട്ട് മറുപടിയുമായിട്ട് മടങ്ങിപ്പോകുന്നു. ചില ഘട്ടങ്ങളിൽ അബൂ ഹനീഫ ഇമാമിനെ കൊണ്ട് പറയിപ്പിക്കും അംർ ബിൻ ദർ. എന്നിട്ട് അത് ഏറ്റുപറഞ്ഞിട്ട് പറയും, അബൂ ഹനീഫ ഇമാമേ, നിങ്ങൾ ഉമ്മയോട് ഈ മറുപടി കൊടുക്കുക. യഥാർത്ഥത്തിൽ ഉത്തരം പറയുന്നത് അബൂ ഹനീഫയാണ്. പക്ഷേ അത് താനാണ് എന്ന് പറഞ്ഞ് കയ്യൊപ്പ് ചാർത്തിയിട്ട് ഉമ്മയോട് ചെന്ന് പറയാൻ പറഞ്ഞു വിടുമ്പോ ഒരു ദിവസം അതാ ഉമ്മ പറയുന്നു, അംർ ബിൻ ദറിന്റെ അടുക്കൽ എന്നെ എത്തിക്കണം മോനെ അബൂ ഹനീഫ, നിന്നെ എനിക്ക് വിശ്വാസമില്ല, നീ അവിടെ പോകുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് എനിക്ക് നേരിട്ട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ഉമ്മ വാശി പിടിക്കുമ്പോ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ഒരു കോവർ കഴുതയെ തയ്യാറാക്കുകയാണ്. എന്നിട്ട് പ്രിയപ്പെട്ട ഉമ്മാനെ കോവർ കഴുത പുറത്തിരുത്തുകയാ. എന്നിട്ട് കോവർ കഴുതയെ തെളിച്ചുകൊണ്ട് അംർ ബിൻ ദർ എന്ന് പറയുന്ന പണ്ഡിതന്റെ വീട്ടിലേക്ക് പോകുമ്പോ സഹോദരങ്ങളെ, ലോകം മുഴുവൻ സ്തംഭിച്ചു പോവുകയാ. അബൂ ഹനീഫത്തുൽ കൂഫി എന്ന മഹാപണ്ഡിതന്, വിശ്വപ്രസിദ്ധനായ ലോകമഹാപണ്ഡിതന്റെ പ്രിയപ്പെട്ട ഉമ്മ കോവർ കഴുത പുറപ്പിരുന്നിട്ട് അറിവിന്റെ സാഗരമായ വിജ്ഞാനത്തിന്റെ സാഗരമായ വിജ്ഞാനത്തിന്റെ വിഹായസായ ഒരു മകന്, തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ അറിവ് അതിനേക്കാൾ കുറഞ്ഞ അംർ ബിൻ ദറിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി സംശയം ദൂരീകരിക്കുമ്പോ ഒരവസരത്തിൽ ഒരു കാരണവശാലും ഇത് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അംർ ബിൻ ദർ ചോദിച്ചു പോയി അബൂ ഹനീഫ ഇമാമിനോട്, എന്താ നിങ്ങൾ ഇത് കാണിക്കുന്നത്, എന്താ നിങ്ങളെ ഉദ്ദേശമെന്ന് ചോദിക്കുമ്പോ അബൂ ഹനീഫ ഇമാം പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ പറയുന്നത് അനുസരിക്കലല്ലാതെ എനിക്ക് നിവൃത്തിയില്ല. എന്റെ ഉമ്മ പറയുന്നതാണ് ഞാൻ ചെയ്യേണ്ടത്. എന്റെ ഉമ്മ പറയുന്നത് അക്ഷരം പ്രതി ഞാൻ അനുസരിക്കും, അതിലൊരു സംശയവുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും വലിയ പാണ്ഡിത്യത്തിന്റെ മഹാസാഗരമായി മഹാവികായസിൽ പാറി പറക്കുമ്പോൾ അബൂ ഹനീഫ ഇമാം തന്നെക്കാൾ അറിവിൽ കുറഞ്ഞുള്ള അംർ ബിൻ ദറിന്റെ അടുക്കലേക്ക് ഉമ്മാനെ കഴുതപ്പുറത്തിരുത്തി കൊണ്ടുവരുമ്പോ ആ ഒരു വലിയ മഹാമനീഷിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ കഴിഞ്ഞതെന്നറിയോ? وبرم بوالدتي ولم يجعلني جبارا شقيا. ഉമ്മ പറയുന്നതനുസരിക്കുന്നതിലൂടെ ഒരിക്കലും ഒരാളും പരാജയപ്പെട്ടു പോകില്ല. അവസാന ഗവർണർ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് അബൂ ഹനീഫയെ നിർബന്ധിച്ചല്ലോ. രാജാക്കന്മാരെ നിർബന്ധിച്ചു, നിങ്ങൾ ഗവർണർ സ്ഥാനം ഏറ്റെടുക്കണം. ഇല്ല, ഞാൻ അതിന് തയ്യാറല്ല, അധികാരം എനിക്ക് വേണ്ട, എന്റെ വഴി മറ്റൊരു വഴിയാണെന്ന് പറഞ്ഞ് അധികാരം വേണ്ട എന്ന് പറഞ്ഞ് കൈവെള്ളയിൽ നിന്ന് തട്ടിയകറ്റുമ്പോ അവസാനം അബൂ ഹനീഫ ഇമാമിനെ ജയിലിൽ കൊണ്ടുപോയി ചമ്മട്ടി പ്രഹരം നടത്തുകയാ. ചാട്ടവാറ് കൊണ്ട് അബൂ ഹനീഫ ഇമാമിനെ തല്ലുമ്പോ അബൂ ഹനീഫ ഇമാമിന് ശക്തമായ വേദന അനുഭവിക്കുകയാണ്. ആ വിവരം തന്റെ പ്രിയപ്പെട്ട മാതാവ് വയോധികയായ വൃദ്ധയായ ഉമ്മ അറിയുന്നു. ആ സമയത്ത് ഉമ്മാക്ക് സഹിക്കാൻ പറ്റുന്നില്ല. തന്റെ പൊന്നുമോൻ അബൂ ഹനീഫയെ നിസ്സാര കാരണങ്ങളുടെ പേരിൽ ജയിലിലിട്ട് മർദ്ദിക്കുകയാണെന്നറിഞ്ഞപ്പോ ആ ഉമ്മ തളർന്നു പോയി, ആ ഉമ്മ സങ്കടപ്പെട്ടു പോയി, ആ ഉമ്മാടെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. അബൂ ഹനീഫ ഇമാം ജയിൽ മോചിതനായപ്പോ പറഞ്ഞതെന്തെന്നറിയോ? ഓരോ ചമ്മട്ടിയും എന്റെ ശരീരത്ത് പതിക്കുമ്പോൾ, എന്റെ ശരീരത്തിൽ നിന്ന് ചോര ചാലിട്ടൊഴുകുമ്പോൾ എന്റെ മനസ്സ് വേദനിച്ചത്, എന്നെ സങ്കടപ്പെടുത്തിയത് എന്റെ ശരീരത്ത് കൊള്ളുന്ന ചാട്ടവാറിന്റെ വേദനയല്ല, പിന്നെയോ എന്റെ ഉമ്മാടെ മനസ്സ് വേദനിച്ചല്ലോ. എന്റെ ഉമ്മ ഞാൻ കാരണമായി ഒരു സമയത്ത് വേദനിച്ചല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്കത് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്റെ ഉമ്മയുടെ നെഞ്ചു വേദനിക്കുന്നത് എന്നെ അടിക്കുന്നത് ഓർത്തിട്ടാണല്ലോ. ഞാൻ കാരണമല്ലെങ്കിൽ പോലും എനിക്ക് കിട്ടിയ അടിയുടെ ആ വേദനയും നീറ്റലും എന്റെ ഉമ്മയുടെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചുലക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാരണമല്ലേ എന്ന് ചിന്തിച്ചിട്ട് അബൂ ഹനീഫ ഇമാം സങ്കടപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ തലമുറയോട് ഇത് പറയാൻ പറ്റുമോ? ഇന്നത്തെ തലമുറയോട് പറയാൻ പറ്റുമോ? വൃദ്ധസദനങ്ങൾ കൂണുപോലെ മുളച്ചു പൊന്തുന്നു. മാതാപിതാക്കളെ ഒരു സമയം കഴിഞ്ഞാൽ മക്കൾ കൊണ്ടുവന്ന് വേറെ വീടുകളിൽ പാർപ്പിക്കുന്നു. നമ്മുടെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ വരെയും കഷ്ടപ്പെട്ട് വാപ്പ കൊണ്ട് തണല വെയിലാണ് നമ്മൾ അനുഭവിക്കുന്ന തണല് എന്ന് വെറുതെ പാടിയാ പോരാ.
വാപ്പ കൊണ്ട വെയിലാണ് നമ്മൾ അനുഭവിക്കുന്ന തണലെന്ന് നമ്മൾ വായിച്ചാൽ പോരാ. വാപ്പയാണ് എനിക്കിതൊക്കെ സമ്പാദിച്ചു തന്നത് എന്ന് മൈക്ക് കെട്ടി പ്രസംഗിച്ചാ പോരാ. ആ വാപ്പയെ കൈവെള്ളയിൽ കൊണ്ട് നടക്കാൻ, ഉമ്മയെ കൈവെള്ളയിൽ കൊണ്ട് നടക്കാൻ ഏതൊരു മനുഷ്യന് കഴിഞ്ഞോ, ലാ യജ്തമിഉ ശഖാ, അവൻ ഒരിക്കലും പരാജയം സംഭവിക്കുകയില്ല. മഅബിറിൽ വാലിദൈൻ വബറം ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ, ഒരിക്കലും പെട്ടുപോകൂല. ദുനിയാവിലും നമ്മൾ പെടില്ല, ആഖിറത്തിലും നമ്മൾ പെടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ മുജീബ് സാഹിബിന്റെ അതുപോലെ നവാസ് അങ്ങനെയുള്ള കുറെ ചെറുപ്പക്കാരാണല്ലേ, ദാടിയൊക്കെ നരച്ചെങ്കിലും ചെറുപ്പമാണ്. അപ്പോ ഈ ചെറുപ്പക്കാർക്ക് ഇവിടെ ഒരു നാടകം വെച്ചെങ്കിൽ, അല്ലെങ്കിൽ ഒരു 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 മറ്റേതെങ്കിലും ഒരു കാര്യം വെച്ചിരുന്നെങ്കിൽ, ഒരു ഗാനമേള വെച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് വേടനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ തൊപ്പിയെ കൊണ്ടുവന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സമാനമായ ഏതെങ്കിലും ഇപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു രീതിയിൽ ഇസ്ലാമികമല്ലാത്ത ഒരു പരിപാടി വെച്ചാൽ ഇവരെ മഹല്ലിന്ന് പുറത്താക്കുവോ? ഇല്ലല്ലോ, മഹല്ലിന്ന് പുറത്താക്കില്ല. ഇവർക്ക് എന്തെങ്കിലും നഷ്ടം വരുമോ? ഒരു നഷ്ടവും വരാനില്ല. പക്ഷെ ഇവർ ഈ സമയത്തും ഈ പ്രതിസന്ധിയുടെ ഈ പ്രതികൂല കാലാവസ്ഥയിലും സാമ്പത്തികമായി പലരും പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴും ഈ പരിപാടി ഇങ്ങനെ സംഘടിപ്പിച്ച് ഒരുപാട് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത് നാളെ അല്ലേ കല്യാണം, നാളെ പ്ലാവണ്ണൂർ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ എന്നെ സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്ന, ലൈവിലൂടെ കാണുന്ന കേൾക്കുന്ന സഹോദരങ്ങളോട് പറയുന്നത്, നുസ്റത്തുൽ മസാക്കീൻ എന്ന് പറഞ്ഞാൽ അഗതികളെ സഹായിക്കുന്ന ഈ സംരംഭത്തിൽ, മുസ്ലിമീങ്ങളുടെ ഈ കൂട്ടായ്മയിൽ നാളെ ഒരു സാധു പെൺകുട്ടിയുടെ വിവാഹം നടക്കുകയാണ്. അത് തങ്ങളുടെ മോളല്ല, പള്ളിയിലെ ഉസ്താദിന്റെ മോളല്ല, മൊല്ലയുടെ മോളല്ല, ലബ്ബയുടെ മോളല്ല, ഈ നാട്ടിലെ ഒരു മുസ്ലിം പെൺകുട്ടിയല്ല. ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച്, പ്ലാവണ്ണൂർ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കുകയാണ്. അതിന്റെ ഫുൾ സാമ്പത്തികം അല്ലേ സ്വർണം, ഭക്ഷണം, അതല്ലേ ഉള്ളു. പിന്നെ വേറെന്താ ഉള്ള? വസ്ത്രം, ഇത്രയല്ലേ ഉള്ളൂ. ഇതൊക്കെ കൊടുത്തിട്ട് ഇവര് കല്യാണം നടത്തുകയാണ്. ഇത് കാണുന്ന ഈ കൊച്ചുമക്കൾ, ഈ വലിയ ഇക്കമാര് ചെയ്യുന്ന, അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ ചെയ്യുന്ന ഈ പരിപാടി ഈ കൊച്ചുമക്കൾ കാണുകയാണ്. ഈ മക്കൾ നാളെ എന്ത് ചെയ്യും? ഇവരുടെ ഈ സന്മാർഗ പാതയിൽ പിന്തുടരും. മനസ്സിലായോ? ഈ സന്മാർഗ പാത അവർ പിന്തുടരും. ഈ മക്കളുടെ മനസ്സിൽ ഇവിടെ നടക്കുന്ന വിവാഹവും സഹായവും മനസ്സിൽ ശിലയിൽ കൊത്തിവെച്ചതുപോലെ, മണലിൽ എഴുതി പിടിപ്പിച്ചതല്ല, ശിലയിൽ കൊത്തിവെച്ചതുപോലെ അവരുടെ മനസ്സിൽ അവർ കുറിച്ചിടും. ഞങ്ങളുടെ ഇക്കമാര് ഇതുപോലെ പരിപാടി വെച്ച ആളുകളിൽ നിന്ന് പൈസ സ്വരൂപിച്ച് പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചയക്കാൻ നല്ല കാര്യമാണ്. ഇത് നല്ലൊരു പുണ്യമുള്ള കാര്യമാണ്. ആ കാര്യം ഇവരുടെ മനസ്സിൽ കണ്ടാൽ ഇവർ അതിനെ പിന്തുടരും. അങ്ങനെ പിന്തുടരുന്നാൽ ലാ യജ്തമിഉ ശഖാ മഅ ഇത്തിബാഇൽ ഹുദാ, സന്മാർഗം എവിടെ കണ്ടാൽ, നല്ല മാർഗം എവിടെ കണ്ടാൽ, നല്ല വഴി എവിടെ കണ്ടാൽ, നല്ല സുഹൃതങ്ങൾ എവിടെ കണ്ടാൽ അതിനെ പിന്തുടരുമോ? ഒരിക്കലും പരാജയം സംഭവിക്കില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുകയാണ്, ഫമനിത്തബഅ ഹുദായ ഫലാ യളില്ലു വലാ യശ്ഖാ. സൂറത്തു ത്വാഹയിലെ 123-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുകയാണ്, ആദം ഹവ്വ ദമ്പതിമാരെ അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോ അവരോട് അല്ലാഹു പറയുന്നു, ഫമനിത്തബഅ ഹുദായ, ഞാൻ ഹുദയിറക്കുകയാണ്, സന്മാർഗത്തിന്റെ വഴി നിങ്ങൾക്ക് തുറന്നു തരികയാണ്, നേരായ മാർഗം നിങ്ങളുടെ മുന്നിൽ ഞാൻ തുറന്നു തരികയാണ്. ആരാണോ ഫമനിത്തബഅ ഹുദായ, ആ സന്മാർഗ പാതയെ പിന്തുടരുന്നവരാരാണോ, ഫലാ യളില്ലു വലാ യശ്ഖാ, അവരൊരിക്കലും നിർഭാഗ്യവാന്മാരല്ല. അവർ ഈ ലോകത്തും വിജയിക്കും, നാളെ പരലോകത്തും വിജയിക്കുന്നതാണ്. അവര് പരാജയപ്പെടില്ല.
നല്ലത് തുടങ്ങി വെച്ചു കൊടുക്ക്, അതിനെ കണ്ട് വളരട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിങ്ങള് സന്മാർഗത്തെ പിന്തുടര്, നിങ്ങളെങ്ങും പരാജയപ്പെടൂല. സന്മാർഗത്തെ വേണം പിന്തുടരാൻ. അല്ലാതെ ഏതെങ്കിലും എരപ്പാളികൾ നടത്തുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ തോന്നിയാസങ്ങൾ ചെയ്യുന്ന, അത് നമ്മളിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട ആര് ചെയ്താലും മതി. ഇപ്പൊ ഒരു പുതിയ സംവിധാനം ഇറങ്ങിയിട്ടുണ്ട്, പുതിയ രീതി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ആരെയും മുഖം നോക്കാതെ ഞാൻ പറയാൻ, ഇനി മുഖം നോക്കി പറയേണ്ടി വന്നാൽ അതിനും എനിക്ക് മടിയില്ല. നിക്കാഹിന്റെ വേദികളിൽ ഒരു സാധനം കൊണ്ടുവന്നിട്ട്, ഒരു പൂക്കുറ്റി പോലൊരു സാധനമുണ്ട്, അടിച്ചങ്ങോട്ട് കയറ്റി കൊടുക്കാൻ, അടിച്ചു വിടുക. കാണിക്കുന്ന ഈ പരിപാടി, ആ പ്രവണതയിൽ നിന്ന് ഒരു പെണ്ണിന്റെ വാപ്പ അതൊന്നും വേണ്ട, നിങ്ങൾ മട്ടനോ ഒട്ടകമോ എന്തോ കൊടുത്തോ ആളുകൾക്ക്, അതൊക്കെ ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കൊടുക്കണം ആളുകൾക്ക് ഭക്ഷണം. മകളുടെ നിക്കാഹാൻ പരസ്യപ്പെടുത്തിയിട്ട് മുഴുവൻ ആളുകളെയും വിളിച്ചിട്ട് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കാനും കൊണ്ടുപോകാനും കൂടെ കൊടുത്തോ. അതൊന്നും ആരും തടസ്സമില്ല, അതൊന്നും മതത്തിന്റെ വിരുദ്ധമാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ നിക്കാഹിന്റെ സദസ്സിൽ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ ഹൈന്ദവ കല്യാണങ്ങളിലില്ല, ക്രൈസ്തവ കല്യാണങ്ങളിലില്ല. എവിടെയാ നിക്കാഹ് നടക്കുന്നത്? നാളത്തെ വിവാഹം എവിടെയാണ്? നിങ്ങൾ നോക്ക്, നിങ്ങൾ ഈ നോട്ടീസ് കൈകൊണ്ടെടുക്ക്, എന്നിട്ട് നിങ്ങൾ പറ, നാളത്തെ ഇതര സമുദായത്തിലെ പാവപ്പെട്ട സഹോദരിയെ ഇവിടത്തെ നുസ്രത്തുൽ മസാക്കീൻ കല്യാണം കഴിപ്പിക്കുമ്പോ ഇവർക്ക് പറയാമായിരുന്നില്ലേ ഇതിനകത്ത് കല്യാണം വെക്കാമെന്ന്? നടക്കൂല. നിങ്ങളെ പണി നോക്കെന്ന് പറയും അവർക്ക്. ചിന്തിക്ക് പ്രിയപ്പെട്ടവരെ, ഒരു ഹൈന്ദവ സഹോദരിയുടെ വിവാഹം നടത്താൻ നുസ്രത്തുൽ മസാക്കീൻ സ്വർണം കൊടുത്ത്, കല്യാണത്തിന് കൂടുന്നവർക്ക് നല്ല സദ്യ ഒരുക്കി, സ്വർണം കൊടുത്ത്, വസ്ത്രം കൊടുത്ത്, ആ പെണ്ണിനെ കതിർ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയി കല്യാണത്തിന്റെ സുന്ദരമായ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ആ ഹൈന്ദവ സഹോദരിയുടെ വിവാഹം നടക്കുന്നത് എവിടെയാണ്? പ്ലാവണ്ണൂർ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ അല്ലേ? അവിടെ നിന്ന് മാറ്റാൻ നുസ്രത്തുൽ മസാക്കീന്റെ പ്രവർത്തകർക്ക് കഴിയൂല. കാരണം അവരുടെ വിവാഹം നടക്കുന്നത് ക്ഷേത്ര സന്നിധിയിലാണ്. എങ്കിലേ അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് താലി കെട്ടാവൂ. നമ്മളതാണെങ്കിലോ വിമാനത്തിന്റെ മുകളില്, കപ്പലിന്റെ അടിയില്, ഓടുന്ന തീവണ്ടിയില്, ബലൂണിനകത്ത്, അറബാനയ്ക്കകത്ത് അല്ലേ, പിന്നെ JCBയുടെ മുകളില്. ഇത്രയും വിവരം കെട്ട ഒരു സമൂഹമായി നമ്മുടെ സമുദായം മാറിപ്പോയില്ലേ? ഏതെങ്കിലും ക്രിസ്ത്യാനിയുടെ കല്യാണത്തില് ഇതുപോലെ തോന്നിയാസങ്ങൾ കാണിക്കാൻ പറ്റുമോ? ഒരു ഹൈന്ദവന്റെ കല്യാണത്തിൽ തോന്നിയാസം കാണിക്കാൻ പറ്റുമോ? ക്രിസ്ത്യാനിക്കും ഹൈന്ദവനും മദ്രസ ഉണ്ടോ? ക്രിസ്ത്യാനികൾക്കും ഹൈന്ദവനും മതപ്രസംഗങ്ങളുണ്ടോ? ഏറ്റവും കൂടുതൽ മദ്രസ നടക്കുന്നത് നമ്മുടെ സമുദായത്തിൽ, മഹല്ല് നടക്കുന്നത് നമ്മുടെ സമുദായത്തിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രീതിയിലുള്ള കോമാളിത്തരങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് എന്റെ മോളുടെ കല്യാണത്തിനും 2 കതിന പൊട്ടിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ആദ്യം ആ മഹല്ലത്തിലെ മണ്ഡപത്തിൽ ആദ്യം കതിന വെടി പൊട്ടിച്ച, അല്ലെങ്കിൽ ഈ കാണുന്ന കോമാളിത്തരം കാണിച്ച ഒരു പെണ്ണിനെ പണ്ടാണ്. നിങ്ങൾ നോക്ക്, എല്ലാം പോയി, തലതിരിഞ്ഞു പോയി. ഇന്ന് പള്ളിയിലേക്ക്, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? മഴ പെയ്യുന്നത് കൊണ്ടാണ്. നമ്മൾ പള്ളിയിലേക്ക് മരിച്ചു കൊണ്ടുപോകുന്ന ആളിനെ എങ്ങനെയാ കൊണ്ടുപോകുന്നത്? സന്തൂക്കില് അല്ലേ? ഒരു 10-100ഓളം പേരിങ്ങനെ നടന്ന് സന്തൂക്കിൽ ചുമന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് കൽബ് മുഴുവനും മനസ്സ് മുഴുവനും മരണത്തെ പറ്റി ഓർത്തിട്ട്, കാതിൽ കേൾക്കുന്നത് തക്ബീർ, ചുണ്ടുകൊണ്ട് പറയുന്നത് തഹ്ലീൽ, അതുപോലെ കണ്ണ് താഴ്ത്തി വെച്ച് കാലുകൊണ്ട് നടന്ന് കൈകൊണ്ട് ചുമന്ന് ആ മയ്യത്തിനെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന കാലം മറന്നുപോയി. ഇന്ന് മയ്യത്ത് കൊണ്ടുവരുന്നു, വരട്ടെ മെഹ്റാബിനകത്തോട്ട് ആംബുലൻസ് കയറ്റിയാണ് അല്ലേ? എന്നിട്ട് നീക്കി അങ്ങോട്ട് എറിയാൻ. ഇപ്പൊ സന്തൂക്ക് കൊണ്ടുവരുന്ന എവിടെയെന്നറിയോ? എവിടെയാ? കല്യാണത്തിന് വാ, കാക്കാറ മോള കല്യാണത്തിന് വാ. പുതിയാപ്പിള വന്നു, അപ്പോഴേ വെടി പൊട്ടിച്ച് അവനകത്ത് കയറ്റി. ഈ സ്പ്രേ ഒക്കെ അടിച്ച് നല്ല കുട്ടപ്പനായി വരികയാണ്. ഇതങ്ങോട്ട് ഒരടി അങ്ങോട്ട് അടിച്ചു കൊടുത്ത് കത്തിപ്പോയാൽ എത്ര സ്ഥലത്ത് കത്തിയിരിക്കുന്നു, എന്നാലും പഠിക്കൂല. കത്താതിരിക്കാൻ രാവിലെ യാസീൻ ഓതിയിട്ടാ പോണത്.
കാരണം ഓൺലൈനിലെ ഉസ്താദ് പറഞ്ഞു കൊടുത്തു, കല്യാണത്തിലെ മണ്ഡപത്തിൽ തീ കത്താതിരിക്കണമെങ്കിൽ ഇന്നതിൽ ചെല്ലിയാ മതി. ഈ പുതിയാപ്പള സ്റ്റേജിലേക്ക് വന്ന് നിക്കാഹ് കാട്ടിക്കൂട്ടിയിട്ട് പോകുമ്പോ പുതിയ പെണ്ണിനെ കൊണ്ടുവന്ന് നിങ്ങൾ നോക്ക്, സന്തൂക്കിനകത്താണ് അല്ലേ? പുതിയ പെണ്ണിനെ സന്തൂക്കിനകത്ത് കൊണ്ടുവരികയാണ്. ധാരുടെ പാരമ്പര്യമാണ്. ഇതെവിടെ നിന്ന് കിട്ടിയതാണ്? ഇതെവിടെ നിന്ന് കിട്ടിയതാണ്? ഇത് കാണിച്ചു കൊടുത്തപ്പോ ഇന്ന് പിന്നാലെ വരുന്ന ഓരോ പെണ്ണുങ്ങളും പറയാൻ തുടങ്ങി, എന്റെ കല്യാണത്തിനും സന്തൂക്ക് വേണം അല്ലേ? പൂപ്പന്തല്ല് കെട്ടിയിട്ട് 4 കാലിൽ ഇങ്ങനെ പിടിച്ചിട്ട് പുതിയ പെണ്ണിനെ എങ്ങനെ ഇരുത്തിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ നിർത്തിക്കൊണ്ട് നടത്തിക്കൊണ്ട് വരികയാണ്. ഓ, ഖത്തീബുമാരുടെ ഗതികേട് എന്ത് ചെയ്യാനാ? ഇതെല്ലാം കണ്ടോണ്ടിരുന്നിട്ട് ഖത്തീബ് അൽ ഫാത്തിഹ ഒരാട്ടി അങ്ങോട്ട് അടിച്ചു കയറ്റി കൊടുക്കുക. ഇല്ല, ജോലി പോവും. നല്ല സമയത്ത് തെങ്ങി കയറാൻ പഠിച്ചോ? ഇല്ല. ഇതിന് വല്ല ജോലി അറിയോ? ഒന്നും അറിഞ്ഞൂടാ. പാവം. വല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ. എനിക്കറിയാം ഇത് നാളെ ക്ലിപ്പാവും, വിവാദമാവും. ആ വിവാദങ്ങളെ ഞാൻ എനിക്ക് കിട്ടുന്ന അനുമോദനങ്ങളായി, അംഗീകാരമായി ഞാൻ ഏറ്റെടുക്കുകയും ചെയ്യും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ അതൊരു സമൂഹം ചെയ്താൽ ഖബറിൽ ചെന്ന് കിടക്കുമ്പോ ഈ ചെയ്തതിന്റെ ശിക്ഷ മാത്രമല്ല, മറിച്ച് പിന്നീട് ചെയ്യുന്നതിന്റെ ശിക്ഷ കൂടി. നീ ചെയ്തതിന്റെ അടിയിൽ നിനക്ക് കിട്ടും, വാതാറകു നീ കാട്ടിക്കൊടുത്തതിന്റെ അടിയിൽ നിനക്ക് കിട്ടുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്തു വേണം? സന്മാർഗത്തിന്റെ വഴി മാത്രം നീ തെരഞ്ഞെടുക്കണം. ഇവിടെയും പരാജയമില്ല, അവിടെയും പരാജയമില്ല. 5-ാമതായിട്ട് വിശുദ്ധ ഖുർആൻ പറയും, ഗുണപാഠം ഉൾക്കൊള്ളുന്ന ഒരാള് പരാജയപ്പെടില്ല. കഠിനമായ ശക്തമായ പേമാരി പെയ്തിറങ്ങി. ആ പേമാരിയിൽ ഒരു വീട് തകർന്നുപോയി, അല്ലെങ്കിൽ വെള്ളം കയറിയിട്ടൊരു കുടുംബം മുഴുവനും നശിച്ചുപോയി. ഞാൻ കണ്ടു സഹോദരങ്ങളെ, വയനാട് ജില്ലയിലെ മേപ്പാടിയിലെ പാവപ്പെട്ട സഹോദരങ്ങളുടെ വീടും അവരുടെ സ്ഥലവുമൊക്കെ കാണാനിടയായി. കഴിഞ്ഞ വർഷം മേപ്പാടിയിൽ ഈ ദുരിതം നടന്ന മേഖലയുടെ 1 കിലോമീറ്റർ അപ്പുറത്ത് മേപ്പാടിയിൽ 2 ദിവസത്തെ പ്രസംഗത്തിന് പോയി. മനഃപൂർവ്വം ബോധപൂർവം 2 ദിവസം കൊടുത്തു. എന്തിന്? 1-ാമത്തെ ദിവസം അവിടെ എത്തിച്ചേർന്നു, പ്രസംഗം കഴിഞ്ഞ് വിശ്രമിച്ചു. 2-ാം ദിവസം പകല് ദുരന്തം നടന്ന പ്രദേശങ്ങൾ മുഴുവനും സന്ദർശിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗുണപാഠമാണിത്. ഇതൊരു ഗുണപാഠമാണ്. നൂഹ് നബി അലൈഹിസ്സലാമിനെ നൂഹ് നബിയുടെ സമുദായത്തെ അള്ളാഹു നശിപ്പിച്ചത് വെള്ളം കൊണ്ടാണ്, ഇല്ലേ? അടുപ്പിൽ നിന്ന് വെള്ളം പൊട്ടി, ആകാശത്തുനിന്ന് മഴ പെയ്തു, ഭൂമിയിൽ നിന്ന് വെള്ളം വിണ്ട് കീറി പൊട്ടി വന്നു. അതേ വെള്ളം കൊണ്ട് ആരെ രക്ഷപ്പെടുത്തി? അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തി അള്ളാഹ്. ഒരേ സമയം വെള്ളം അള്ളാഹു നൂഹ് നബിയുടെ സമുദായത്തെ നശിപ്പിച്ചു, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ രോഗശമനമാക്കി. ഇതാണ് അള്ളാഹ്. ഉരുൾപൊട്ടി, കോവിഡ് വന്നു, സുനാമി വന്നു. ഇതൊക്കെ വരുമ്പോഴൊക്കെ ഇതൊക്കെ ഗുണപാഠമാണ്. ഈ ഗുണപാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നമ്മൾ ഊഷ്മളമാക്കുക. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഫദക്കിർ ഇൻ നഫഅതിൽ ദിക്റാ. ഫദക്കിർ നബിയെ, പറഞ്ഞുകൊണ്ടേയിരിക്കൂ നബിയെ, അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കൂ. ഇൻ നഫഅതിൽ ദിക്റാ, അവർക്ക് ഉപകാരപ്പെടും, അവർക്ക് ഗുണപ്പെടുന്നതാണ്. സയദ്ദക്കറു മൻ യഖ്ശാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ആളുകൾക്ക് ആ ഉപദേശം ഉപകാരപ്പെടും, അവർക്ക് ഉപകാരപ്പെടും. വയതജന്നബുൽ അസ്ഖാ, പരാജിതൻ ഇതിൽ നിന്ന് അകറ്റപ്പെടും. സഹോദരങ്ങളെ, ഏതൊരു മനുഷ്യനാണോ ഗുണപാഠം ഉൾക്കൊള്ളാത്തവൻ, അവൻ പരാജിതനാണ്. ഗുണപാഠം ഉൾക്കൊണ്ടാൽ നമ്മൾ പരാജയപ്പെടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ, ഞാൻ പറഞ്ഞത് വിശുദ്ധ ഖുർആൻ ആര് മുറുകെ പിടിക്കുന്നുവോ ആ മുറുകെ പിടിക്കുന്ന ഒരുത്തനും പരാജയപ്പെട്ടു പോകില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രവിശാലമായ ഇന്ത്യ മഹാരാജ്യം, ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ ഭരണം കിട്ടിയെങ്കിൽ എന്ന് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് കൊതിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ഭരണമാണ്? ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം. ആലോചിച്ചൊക്കെ, ചെറിയ കാര്യമാണോ?
ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണം ഇന്ത്യയിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് കൊതിച്ചത് വലിഞ്ഞു കയറി വന്ന ഏതെങ്കിലും ഒരാളല്ല, വലിഞ്ഞു കയറി വന്ന ഒരാളല്ല. പിന്നെയോ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന, രാഷ്ട്രപിതാവെന്ന് വാഴ്ത്തപ്പെടുന്ന, ഈ രാജ്യത്തെ ഓരോ ജനാധിപത്യ വിശ്വാസികളും നെഞ്ചിലേറ്റുന്ന മഹാനായ മഹാത്മജി, ആ മഹാത്മാഗാന്ധി പറയാണ് രാജ്യത്ത് ഖലീഫ ഉമറിന്റെ ഭരണം വേണം, കൊള്ളാം എന്ന്. എന്തുകൊണ്ടാണ്? നടന്നു പോകുന്ന ഏതെങ്കിലും, ഓടിപ്പോകുന്ന ഏതെങ്കിലും ഒരു ഒട്ടകമോ ഒരു കുതിരയോ ഒരു കഴുതയോ ഒരു കോവർ കഴുതയോ അതിന്റെ കാലെങ്ങാനം ഒരു കുഴിയിൽ വീണ് കാല് ഒടിഞ്ഞു പോയാൽ നാളെ പടച്ചവന്റെ മുമ്പിൽ ഞാൻ സമാധാനം പറയേണ്ടി വരും എന്ന് പേടിച്ചുപോയ ഉമറിന്റെ ഭരണം വന്നാൽ ഈ പാപ്പാങ്കുളങ്ങരയിലേക്ക് വരുന്ന വഴി ഇത്രയും കട്ടപ്പാടുണ്ടാവുമോ? നമ്മുടെ ഹൈവേകൾ പ്രശ്നം ഉണ്ടാവുമോ? നമ്മുടെ ഈ രാജ്യം എത്ര സുന്ദരമായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മനുഷ്യനെന്നല്ല, ഒരു മൃഗം, ഒരു പൂച്ചയുടെയോ ഒരു പട്ടിയുടെയോ ഒരു ആടിന്റെയോ കാല് ആ പോകുന്ന വഴിയിൽ കുഴിയിൽ വീണ് ഒടിഞ്ഞു പോയാൽ ഈ ഉമർ റബ്ബിന്റെ മുമ്പിൽ പിടിച്ചു നിർത്തപ്പെടുമെന്ന് പേടിച്ചു പോയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, കിസ്റ പേടിച്ചുപോയി, കൈസർ വിറച്ചുപോയി. ഒരു പെണ്ണും ഇന്നുവരെ അങ്ങനെ ഒരു ധീരനായ ഒരു ഭരണാധികാരിയെ പ്രസവിച്ചിട്ടില്ല, ഇനിയൊട്ടും പ്രസവിക്കുകയുമില്ല. ഒരു പ്രതീക്ഷയും നമുക്ക് വേണ്ട. അത്രയും വലിയ ഭരണാധികാരി ഖലീഫ ഉമർ അൽ ഫാറൂഖ്. അറിയല്ലോ, ഉമർ റളിയല്ലാഹു അൻഹു പൂച്ചക്കാരും മണി കെട്ടുമെന്ന് ചോദിച്ചതുപോലെ ദാറുൻ നദുവയിൽ വെച്ചൊരു യോഗം കൂടി മുഹമ്മദ് നബിയെ കൊല്ലണം. എല്ലാരും പറഞ്ഞു കൊല്ലണം, അതൊരു തർക്കമില്ല. എല്ലാരും പറഞ്ഞു കൊല്ലണം. മുഹമ്മദിനെ കൊന്നല്ലാതെ ആർക്കും പിന്നെ രണ്ടാമതൊരു അഭിപ്രായമില്ല. മുഹമ്മദിനെ കൊന്നേ പറ്റൂ. ശരി, ആ കാര്യത്തിൽ നമ്മൾ ഏകോപിച്ചു. ആര് കൊല്ലും? ഞാൻ കൊല്ലില്ല. എല്ലാരും ഒഴിഞ്ഞു. കാരണം ഏറ്റവും ചെറിയ കുടുംബമല്ല, ബനു ഹാഷിമാണ്, ഖുറൈശി കുടുംബമാണ്. ആരാ മുഹമ്മദിനെ കൊല്ലുക? ആ സമയത്ത് യാതൊരു ഉളുപ്പുമില്ലാതെ, യാതൊരു അറപ്പുമില്ലാതെ, യാതൊരു വെറുപ്പുമില്ലാതെ, ഒരു പേടിയുമില്ലാതെ ചാടി എണീച്ചു ഖത്താബിന്റെ മകൻ ഹംദമയുടെ മകൻ. ഒരു കാലഘട്ടത്തിൽ മലമടക്കുകളിൽ ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടന്ന് യുവാവായപ്പോൾ സിറിയയിലേക്ക് പോയി പട്ട് കച്ചവടം നടത്തി, പട്ടുവസ്ത്ര കച്ചവടം നടത്തി ഉക്കാല ചന്തയുടെ മുതലാളിയായി മാറിയ ഖത്താബിന്റെയും ഹംദമയുടെയും മകൻ ഉമർ എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കൊല്ലാം. ഊരിപ്പിടിച്ച വാളുമായിട്ട് പോകുന്ന വഴിയിൽ ആദ്യം നിന്റെ കുടുംബത്തെ പോയി നന്നാക്കടോ എന്ന് പറഞ്ഞു തന്റെ ഇടത്തോടെ. നിന്റെ സഹോദരി മുസ്ലിമായിരിക്കാണെന്ന് പറഞ്ഞു. വന്നു. ഖുർആൻ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഫാത്തിമ എന്ന സഹോദരിയുടെ കയ്യിലിരിക്കുന്ന ഖുർആൻ ചോദിച്ചു, ഇങ്ങോട്ട് തായോ? ഇല്ല, അതിനുള്ള യോഗ്യത നിനക്കില്ല. മുഖത്തേക്ക് കൈ കൊണ്ട് ആ പാവപ്പെട്ട സഹോദരിയുടെ കപോലത്തിലേക്ക് അടിച്ചപ്പോൾ മുഖത്തേക്ക് അടി വീണ ആ പ്രിയപ്പെട്ട സഹോദരിയുടെ കയ്യിൽ നിന്ന് തെറിച്ചു പോകുന്ന ഖുർആനിനെ ഓടിച്ചെന്ന് എടുക്കുമ്പോ തന്റെ പരിശുദ്ധ ഖുർആനിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോഴും കവിൽത്തടം ഊതി വീർക്കുന്ന ആ നിലയിൽ തന്റെ പ്രിയപ്പെട്ട ഖുർആനോട് കാണിക്കുന്ന അദമ്യമായ സ്നേഹവും ആദരവും കണ്ടിട്ട് ഇതെന്താണ് ഈ ഖുർആൻ, ഒന്ന് താ നോക്കട്ടെ. ഉരിപ്പിടിച്ച വാളുമായിട്ട് നബിതങ്ങളെ കൊല്ലാൻ വേണ്ടി വന്ന ഖത്താബിന്റെ ഹംദമയുടെ മകൻ ഉമർ റളിയല്ലാഹു അൻഹു, ഖുർആൻ വിരോധിയായ ഉമർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ മുഹമ്മദ് കൊണ്ടുവന്ന ഖുർആൻ, എന്റെ സഹോദരി ഖുർആൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവളുമായിട്ടുള്ള ബന്ധം ഡിസ്കണക്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് ഭാര്യയുടെ സഹോദരിയുടെ മുഖപ്പടിക്കാൻ ചങ്കൂറ്റം കാണിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവസാനം മുസ്ലിമായതിനു ശേഷം ഉമർ തങ്ങളുടെ മനസ്സിൽ വന്ന മോഹം പോലെ അള്ളാഹു 15 ആയത്തുകൾ ഇറക്കി കൊടുത്തു. അറിയോ, ഒരായത്തിനെ, ഒരു കാര്യത്തെ പറ്റി ആലോചിക്കാൻ ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം. അള്ളാഹ് സെക്കൻഡിൽ ആയത്തിറക്കി കൊടുത്തു. മദ്യനിരോധനം ആരുടെ മനസ്സിന്റെ ആഗ്രഹമാണ്? ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ. ഉംറയ്ക്ക് പോയ തവാഫ് കഴിഞ്ഞാൽ എന്താ ചെയ്യാ? ഉംറയ്ക്ക് പോയ ഒരു കൂട്ടത്തിലുണ്ടല്ലോ, ഹജ്ജിന് പോയവരുണ്ടല്ലോ, 7 ചുറ്റല് കഴിഞ്ഞ പിന്നെ എന്താ ചെയ്യാ? ഒന്ന് ഓർത്തു നോക്കിയേ, ഒന്ന് റിവൈൻഡ് ചെയ്ത് നമ്മുടെ മനസ്സിനെ പോയപ്പോൾ ഉള്ളത്. 7 തവാഫ് കഴിഞ്ഞാൽ നമ്മൾ സഈ ചെയ്യാൻ വേണ്ടി പോകും. ആ സഈ ചെയ്യുന്നതിന്റെ ഇടയിൽ തവാഫിൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. എന്താണ്? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ?
ത്വവാഫ് കഴിഞ്ഞിട്ട് 7 ത്വവാഫ് കഴിഞ്ഞ് സഈ ചെയ്യുന്നതിന്റെ ഇടയിൽ ആ മസ്അയിലേക്ക് സഫാ മലയിലേക്ക് നമ്മൾ ഇങ്ങനെ കയറുന്നതിന്റെ ഇടയിൽ നമ്മൾ മഖാമു ഇബ്രാഹീമിന്റെ പിന്നിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കും. ഇബ്രാഹിം നബിയുടെ ചരിത്രം പഠിച്ചിട്ട്, ഇബ്രാഹിം നബിയുടെ കഥ പഠിച്ചിട്ട് മനസ്സിൽ ഇബ്രാഹിം നബി കടന്നുകൂടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ മാതൃകാ പുരുഷനായി കണ്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ടായി, പടച്ചോനെ ഇബ്രാഹിം നബി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ ഇബ്രാഹിം നബിയെ മറക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം നീ തന്നാലോ. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല ആയത്ത് അല്ലാഹ് ഇറക്കി കൊടുത്തു. എന്നാൽ മഖാമി ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കി. തവാഫ് ചെയ്യുന്നവൻ, ഹാജി, ഉംറ ചെയ്യുന്ന ആള്, ഇവരൊക്കെയും 2 റക്അത്ത് നിസ്കരിക്കാതെ സഈ ചെയ്യാൻ പോകില്ല. ലോകം മുഴുവനും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പാദം കൊണ്ട് അനുഗ്രഹീതമായ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അറിയാതെ പറയാതെ നമ്മൾ പറഞ്ഞും അറിഞ്ഞും പോകുന്ന ഒരു മനുഷ്യനുണ്ട്, മകൻ മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു.